വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മലയോര മേഖലകളിൽ ജീവിക്കുന്ന കർഷകരും ആദിവാസികളും ഭക്ഷിച്ചു തീർക്കാനുള്ള ഇരകൾ മാത്രമാണെന്നും മലയോര ജനതയുടെ ഉപജീവനം മുട്ടിക്കാൻ കാട്ടുമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്നുവെന്നുമായിരുന്നു ബിഷപ്പ് പാംപ്ലാനിയുടെ വിമർശനം. കാർബൺ ഫണ്ട് കൈക്കലാക്കാൻ മലയോര ജനതയെ കുടിയിറക്കുകയാണെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി. മലയോര കർഷകർക്ക്, ഇവിടെ ജീവിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല. അവരെ സർക്കാർ കരുതുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള കേവലം ഇരകൾ മാത്രമായിട്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താനാവുമോ? എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം മുട്ടിക്കാം, അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അത് കാർബൺ ഫണ്ട് കൈപ്പറ്റുന്നതിന് വേണ്ടി കുടിയേറ്റ കർഷകനെ പടിയിറക്കി പിണ്ടം വെച്ച് ആ പ്രദേശം മുഴുവനും വനഭൂമിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം സംഘാതമായി നടക്കുന്നു എന്ന് സംശയിക്കാൻ പോരുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവിടെ നിലവിലുണ്ട്. ഓക്കെ, നമുക്കൊപ്പം അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, ബിഷപ്പ് പാംപ്ലാനിയുടെ രൂക്ഷ വിമർശനമാണ്. ഈ സർക്കാരിന് ഭക്ഷിക്കാനുള്ള ഇരകളാണ് മലയോര കർഷകർ എന്നൊക്കെ പറയുമ്പോൾ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണം. എന്താണ് ഈ ഘട്ടത്തിൽ പ്രതികരണത്തിന് പാംപ്ലാനി പിതാവിനെ പ്രേരിപ്പിച്ചത്? അവരുടെ കഴിഞ്ഞ ദിവസം ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട വെള്ളി ലീല എന്നീ ദമ്പതികളുടെ മരണവുമായി അല്ലെങ്കിൽ അവരുടെ ഈ കാട്ടാന ആക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഇന്ന് ഏകദിന ഉപവാസ സമരം നടത്തുകയാണ്. ആ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ മാർ ജോസഫ് പാംപ്ലാനി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സർക്കാരിൽ ഈ ക്രിയാത്മകമായി യാതൊരുവിധ കാര്യവും ചെയ്യുന്നില്ല. നിരവധിയായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായും പ്രതിഷേധത്തിന്റെ ഭാഗമായും ഈ കാര്യങ്ങളെല്ലാം, ഇത്തരം വിമർശനങ്ങൾ തങ്ങളെല്ലാം ഉയർത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു തരത്തിൽ പോലുമുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പാംപ്ലാനി സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആറളം ഫാമിലേക്ക് ഈ ആദിവാസികളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഒക്കെ മലയോര ജനതയെയും ഒക്കെ എത്തിച്ചത് സർക്കാരാണ് ആ മേഖലയിലെല്ലാം ഭൂമി പതിച്ചു നൽകുകയും ചെയ്തത്. അവർ ഏതെങ്കിലും തരത്തിൽ അവിടത്തേക്ക് കയറി പാർക്കുകയോ അല്ലെങ്കിൽ അവർ അവിടെ വനമേഖലയിൽ അതിക്രമിച്ച് കടന്ന് താമസിക്കുന്നവരോ ഒന്നും തന്നെയല്ല. സർക്കാർ അവർക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള ഭൂമിയിലാണ് അവർ താമസിക്കുന്നത്. ആ താമസിക്കുന്ന ഭൂമിയിൽ പോലും അവർക്ക് വന്യമൃഗങ്ങളെ ഭയന്ന് ജീവിക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥയാണ്. സർക്കാർ അവരെ കാണുന്നത്, അതായത് സർക്കാരാണ് അവർക്ക് വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ ഇട്ടുകൊടുക്കുന്നത് എന്ന ഒരു ഗുരുതരമായിട്ടുള്ള വിമർശനം കൂടി പാംപ്ലാനിയുടെ ഭാഗത്തുണ്ടാവുന്നത്. അതിനു പുറമെ ആറളം ഫാമിന്റെ ഭാഗത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആനമതിലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹം സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. 2021 ഹൈക്കോടതി ഉൾപ്പെടെ ഒരു ഡയറക്ഷൻ ഉണ്ടായിട്ടുകൂടിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കാൻ വേണ്ടി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മലയോര ജനതയെ ദ്രോഹിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് പലപ്പോഴായി ഉണ്ടാകുന്നത് തുടങ്ങിയിട്ടുള്ള രൂക്ഷമായ വിമർശനം കൂടി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉന്നയിക്കുന്നു. അർജുൻ കല്യാടാണ് നമുക്കൊപ്പം ചേർന്നത്. ബിഷപ്പ് പാംപ്ലാനിയുടെ രൂക്ഷമായ വിമർശനം മലയോര കർഷകർ വന്യജീവികൾക്ക് മാത്രമല്ല സർക്കാരിനും ഭക്ഷിക്കാനുള്ള ഇരകളാണ് എന്ന രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. സണ്ണി ജോസഫ് MLA നടത്തുന്ന പ്രതിഷേധ പരിപാടിക്ക് പിന്തുണയുമായി എത്തിയതായിരുന്നു പാംപ്ലാനി പിതാവ്.